നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. കമ്പനി LGS സ്പെഷ്യൽ ഏറ്റവും പ്രധാനപ്പെട്ട 100 എക്സ്പെക്ടഡ് ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസിന്റെ നോട്ട്സ് എല്ലാം നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ നിന്ന് ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ മത്സ്യ ഇനത്തിൽ പെടാത്തവ ഏത്? മത്സ്യ ഇനത്തിൽ പെടാത്തത് ചെമ്മീനാണ് മത്സ്യ ഇനത്തിൽ പെടാത്തത്. അപ്പൊ നമുക്ക് VT ഭട്ടതിരിപ്പാടിനെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് നോക്കിയാലോ. VT ഭട്ടതിരിപ്പാട് ജനിച്ച വർഷം 1896. മേഴത്തൂർ എന്ന സ്ഥലത്താണ് VTയുടെ ജനനം. VT ഭട്ടതിരിപ്പാടിന്റെ പൂർണ്ണ നാമം എന്താണ്? വെള്ളിത്തിരുത്തി താഴത്ത് രാമൻ ഭട്ടതിരിപ്പാട്. വെള്ളിത്തിരുത്തി താഴത്ത് രാമൻ ഭട്ടതിരിപ്പാട് എന്ന VT ഭട്ടതിരിപ്പാട്. ഇദ്ദേഹം വിദ്യാർത്ഥി എന്ന മാസിക ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണെന്ന് ഓർക്കുക. ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം അല്ലെങ്കിൽ അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ചെറുലേഖനത്തിന്റെ കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ VT ഭട്ടതിരിപ്പാടാണ്. VT ഭട്ടതിരിപ്പാടിന്റെ പ്രധാന കൃതികൾ ഏതൊക്കെ? കണ്ണീരും കിനാവും. ഇദ്ദേഹം രചിച്ച നാടകത്തിന്റെ പേരെന്താണ്? അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്, കർമ്മ വിഭാഗം, രജനീരംഗം, സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു. ഇവയൊക്കെ VT ഭട്ടതിരിപ്പാടിന്റെ പ്രധാന കൃതികളാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കാണ് ഇദ്ദേഹം രചിച്ച നാടകം. രജനീരംഗം, കണ്ണീരും കിനാവും, കർമ്മ വിഭാഗം, സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു. ഇവയൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. അപ്പോ ഈ ചോദ്യം എന്തായിരുന്നു? താഴെ പറയുന്നവയിൽ മത്സ്യ ഇനത്തിൽ പെടാത്തവ ഏത്? ചെമ്മീനാണ് മത്സ്യ ഇനത്തിൽ പെടാത്തത്. അടുത്ത ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ 6G പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ചൈനയാണ് ലോകത്തിലെ ആദ്യത്തെ 6G പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ചത്. നമുക്ക് കുറിച്യ കലാപത്തെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് നോക്കിയാലോ. കുറിച്യ കലാപത്തിന്റെ നേതാവ് ആരാണ്? രാമൻ അമ്പിയാണ് കുറിച്യ കലാപത്തിന്റെ നേതാവ്. 1812 വയനാട് ജില്ലയിലാണ് കുറിച്യ കലാപം നടന്നത്. 1812 ഇതൊരു ഗോത്ര കലാപമായിരുന്നു. കുറിച്യ കലാപത്തിൽ കുറിച്യരെ കൂടാതെ പങ്കെടുത്ത ഗോത്ര വിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ കുറുമ്പരാണ് പങ്കെടുത്തത്. കുറുമ്പർ. കുറിച്യ കലാപത്തിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നതായിരുന്നു കുറിച്യ കലാപത്തിന്റെ മുദ്രാവാക്യം. ഇതിന്റെ ബാക്കി പോയിന്റ്സ് അടുത്ത ചോദ്യത്തിന്റെ ഫാക്റ്റ് ആയിട്ട് പറയാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രതിഭാസത്തിന്റെ പേരെന്ത്? വിസരണം അഥവാ സ്കാറ്ററിംഗ് മൂലമാണ് ആകാശത്തിന് നീല നിറം ലഭിക്കുന്നത്. അപ്പൊ കുറിച്യ കലാപത്തിലേക്ക് തിരിച്ചു വന്നേ. കുറിച്യ കലാപത്തെ ബാംബു ബ്ലോസം എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരൻ ആരാണ്? KKN കുറുപ്പ്. KKN കുറുപ്പാണ് കുറിച്യ കലാപത്തെ ബാംബു ബ്ലോസം എന്ന് വിശേഷിപ്പിച്ചത്. കുറിച്യ കലാപത്തിന്റെ പ്രധാന നേതാക്കൾ ആരെല്ലാം? രാമനമ്പി, 1000 വീട്ടിൽ കോന്തപ്പൻ, പ്ലാക്ക ചന്തു, വൺകലോൺ കേളു ഇവരൊക്കെയാണ് കുറിച്യ കലാപത്തിന്റെ പ്രധാന നേതാക്കൾ. രാമനമ്പി, 1000 വീട്ടിൽ കോന്തപ്പൻ, പ്ലാക്ക ചന്തു, വൺകലോൺ കേളു. TH ബേബർ കുറിച്യ കലാപത്തെ കുറിച്ച് പറഞ്ഞ വാചകം എന്താണ്? SCRTയിൽ ഉണ്ടായിരുന്നല്ലോ. 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്യ കലാപത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരാണ്? TH ബേബർ ആണ്. TH ബേബർ. ബ്രിട്ടീഷുകാർ കുറിച്യ കലാപം അടിച്ചമർത്തിയ വർഷം എന്നാണ്? 1812 മെയ് മാസം 8-നാണ് ബ്രിട്ടീഷുകാർ കുറിച്യ ലഹള അല്ലെങ്കിൽ കുറിച്യ കലാപം അടിച്ചമർത്തിയത്. അടുത്ത ചോദ്യം, 2022 ഫിഫ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായവ ഏതെല്ലാമാണ്? ശരിയായ പ്രസ്താവനകൾ: അർജന്റീന 3ാമതും കപ്പ് നേടി. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റായി മെസ്സി തെരഞ്ഞെടുക്കപ്പെട്ടു. കിലിയൻ എംബാപ്പെ ഗോൾഡൻ ബൂട്ട് നേടി. ഇതാണ് ശരിയായിട്ടുള്ളത്. അർജന്റീനയാണ് ജയിച്ചത്. 2ാം സ്ഥാനം ലഭിച്ചത് ഫ്രാൻസിനാണ്. ബ്രസീലിനല്ല, ഫ്രാൻസിനാണ് 2ാം സ്ഥാനം ലഭിച്ചത്. ഇനി നമുക്ക് റിലേറ്റഡ് ഫാക്ട്സിലേക്ക് വന്നാൽ കുണ്ടറ വിളംബരത്തെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് പറയാം. കുണ്ടറ വിളംബരം നടത്തിയ വർഷം 1809 ജനുവരി മാസം. അപ്പോ മലയാള മാസം പറഞ്ഞാൽ
1984 മലയാള വർഷം മകരം 1-നാണ് കുണ്ടറ വിളംബരം നടത്തിയത്. ആരാണ് കുണ്ടറ വിളംബരം നടത്തിയത്? വേലുത്തമ്പി ദളവയാണ് കുണ്ടറ വിളംബരം നടത്തിയത്. കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി ആരാണ്? വേലുത്തമ്പി ദളവ. ഈ വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത ക്ഷേത്രമാണ് മണ്ണടി ക്ഷേത്രം. ഇദ്ദേഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ചോദിച്ചാൽ അതും മണ്ണടിയിലാണ് ഇദ്ദേഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ചോദിച്ചാൽ മണ്ണടിയാണ്. കുണ്ടറ വിളംബരം നടത്തിയ ക്ഷേത്രം ചോദിച്ചാൽ കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് കുണ്ടറ വിളംബരം ഇദ്ദേഹം നടത്തിയത്. വേലുത്തമ്പി ദളവ ജീവത്യാഗം ചെയ്ത വർഷം അല്ലെങ്കിൽ ഇദ്ദേഹം ആത്മഹത്യ ചെയ്ത വർഷം 1809 മണ്ണടി ക്ഷേത്രത്തിൽ വെച്ചാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തത്. വേലുത്തമ്പി ദളവയുടെ ഓർമ്മയ്ക്കായിട്ട് സ്റ്റാമ്പ് പുറത്തിറക്കിയത് എന്നാണ്? 2010 മെയ് മാസം 6-നാണ് ഇദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് സ്റ്റാമ്പ് പുറത്തിറക്കിയത്. അടുത്ത ചോദ്യം, കേരളത്തിലെ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളെ കുറിച്ച് പഠനം നടത്തുന്ന ഏജൻസി ഏതാണ്? അനർട്ട് ആണ് കേരളത്തിലെ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളെ കുറിച്ച് പഠനം നടത്തുന്ന ഏജൻസി. ആർദ്രം മിഷനെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് പറയട്ടെ. ആർദ്രം മിഷൻ എന്നാൽ സർക്കാർ ആശുപത്രികൾ രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതിയാണ് ആർദ്രം മിഷൻ. ആർദ്രം മിഷന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? ജനസൗഹൃദ ഔട്ട് പേഷ്യന്റ് സേവനങ്ങൾ PHC that is പബ്ലിക് ഹെൽത്ത് സെന്റേഴ്സിനെ FHC ആക്കുക, ഫാമിലി ഹെൽത്ത് സെന്റേഴ്സ് ആക്കുക. പ്രൈമറി കെയർ സെറ്റിംഗ്സ് മുതൽ തൃതീയ ക്രമീകരണങ്ങൾ വരെയുള്ള സേവനങ്ങളുടെ സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യുക. ഇവയൊക്കെയാണ് ആർദ്രം മിഷന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്നത് ഏത് മരത്തിന്റെ തടി കൊണ്ടാണ്? ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്നത് വില്ലോ മരത്തിന്റെ തടി കൊണ്ടാണ്. കേരളത്തിലെ കായലുകളെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട കായലാണ്. കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ശാസ്താംകോട്ട കായലാണ്. അഷ്ടമുടി കായൽ സ്ഥിതി ചെയ്യുന്നതും കൊല്ലം ജില്ലയിലാണ്. മൺട്രോ തുരുത്ത് സ്ഥിതി ചെയ്യുന്ന കായൽ ചോദിച്ചാൽ അതും അഷ്ടമുടി കായലാണ്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ അഷ്ടമുടി, ഒന്നാമത്തെ കായൽ വേമ്പനാട് കായൽ. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ കായൽ ചോദിച്ചാൽ വേളി കായലാണ്. ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ ഏതാന്ന് ചോദിച്ചാൽ ശാസ്താംകോട്ട കായലാണ്. ഫ്രഷ് വാട്ടർ ലേക്ക് അല്ലേ, അപ്പോൾ F ഫോർ ഫ്രഷ് വാട്ടർ എന്ന് ഓർത്താൽ മതി. ശാസ്താംകോട്ട കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ F എന്ന അക്ഷരത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ ശാസ്താംകോട്ട കായലാണ്. ശാസ്താംകോട്ട കായൽ റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട വർഷം ഏതാണ്? 2002 ആണ്. 2002. അടുത്ത ചോദ്യം, കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് K കേളപ്പനാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? K കേളപ്പൻ. കീഴരിയൂർ ബോംബ് കേസിനെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് പറയട്ടെ. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ അല്ലെങ്കിൽ കേരളത്തിൽ നടന്ന പ്രധാന സംഭവം ഏതാണെന്ന് ചോദിച്ചാൽ കീഴരിയൂർ ബോംബ് കേസാണ്. എന്നാണ് നടന്നത്? 1942 നവംബർ മാസം 17 കോഴിക്കോട് ജില്ലയിലാണ് കീഴരിയൂർ ബോംബ് കേസ് നടന്നത്. കീഴരിയൂർ ബോംബ് കേസിന്റെ സൂത്രധാരൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ KB മേനോൻ ആണ്. ഡോക്ടർ KB മേനോൻ, കുഞ്ഞിരാമ കിടാവ് എന്നിവർ ചേർന്നാണ് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഫറോക്ക് പാലം തകർക്കാൻ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയത്. ഇനി കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് ഡോക്ടർ KB മേനോന് ആരുടെ കത്ത് ലഭിച്ചിരുന്നു? സുഭാഷ് ചന്ദ്രബോസിന്റെ കത്ത് ലഭിച്ചിരുന്നു. ഇനി കുറച്ച് കൃതികളെ കുറിച്ച് പറയാം. കീഴരിയൂർ ബോംബ് കേസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഹിന്ദി നാടകം ഏതാണ്? വന്ദേ മാതരം. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് ഇരുമ്പഴിക്കുള്ളിൽ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? VA കേശവൻ. ഓക്കെ, അടുത്ത ചോദ്യം, ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളമാണ് ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ഗാന്ധിജി പങ്കെടുത്ത സമരങ്ങൾ കാലഗണനാക്രമത്തിൽ പട്ടികപ്പെടുത്തുക. ഇവിടെ തന്നിരിക്കുന്നതിൽ ആദ്യം നടന്നത് ചമ്പാരൻ സത്യാഗ്രഹം, രണ്ടാമത് ചൗരി ചൗര സമരം, മൂന്നാമത് നിസ്സഹകരണ പ്രസ്ഥാനം, നാലാമത് ക്വിറ്റ് ഇന്ത്യ സമരം എന്നിങ്ങനെയാണ് നടന്നിരിക്കുന്നത്. എനിക്ക് ഒരു കൾച്ചറെ അറിയൂ, അത് അഗ്രികൾച്ചർ ആണ് എന്ന് പറഞ്ഞതാരാ? സർദാർ വല്ലഭായ് പട്ടേൽ ആണ് ഇപ്രകാരം പറഞ്ഞത്. വല്ലഭായ് പട്ടേൽ അധ്യക്ഷനായ ഏക കോൺഗ്രസ് സമ്മേളനം ഏതാണ്?
1931 നടന്ന കറാച്ചി സമ്മേളനമാണ്. കറാച്ചി സമ്മേളനം. ഓക്കെ, ഇനി വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന ബഹുമതി നൽകിയത് ആരാ? ഗാന്ധിജിയാണ്. ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെ, അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ച വ്യക്തി ആരാണ് ഈ നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിക്കാൻ വേണ്ടിയിട്ട്? VP മേനോൻ. ജലത്തിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗം ഏതാണ്? മഞ്ഞപ്പിത്തമാണ് ജലത്തിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗം. ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്നത് ഗോവയാണ്. ബാരാലാസ്ല ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ബാരാലാസ്ല ചുരം ഹിമാചൽ പ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജയന്തിയ കുന്ന് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ജയന്തിയ കുന്ന് മേഘാലയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹം ഏത് വർഷത്തിലാണ് നടന്നത്? ഗുരുവായൂർ സത്യാഗ്രഹം 1931 നടന്നത്. ഇനി കുറച്ച് രാജ്യങ്ങളും തലസ്ഥാനങ്ങളും ഒന്ന് നോക്കിയാലോ. ജപ്പാന്റെ തലസ്ഥാനം ടോക്കിയോ ആണ്. ചൈനയുടെ തലസ്ഥാനം ബെയ്ജിംഗ് ആണ്. പാകിസ്ഥാന്റെ തലസ്ഥാനം ഇസ്ലാമാബാദ് ആണ്. ശ്രീലങ്കയുടെ തലസ്ഥാനം ഏതാണ്? കൊളംബോയാണ് ശ്രീലങ്കയുടെ തലസ്ഥാനം. USA തലസ്ഥാനം ഏതാ? വാഷിംഗ്ടൺ DC ആണ്. റഷ്യയുടെ തലസ്ഥാനം മോസ്കോയാണ്. അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനം ഏതാണ്? കാബൂൾ ആണ് അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനം. മലേഷ്യയുടെ ക്യാപിറ്റൽ ഏതാ? കോലാലംപൂർ ആണ് മലേഷ്യയുടെ ക്യാപിറ്റൽ. കാനഡയുടെ ക്യാപിറ്റൽ ഏതാണ്? ഒട്ടാവയാണ്. ഒട്ടാവ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരായിരുന്നു? ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ. മഹാത്മാഗാന്ധി 1931 ആരംഭിച്ച മാസികയുടെ പേര് എന്ത്? യങ് ഇന്ത്യ എന്ന മാസികയാണ് ഇദ്ദേഹം 1931 ആരംഭിച്ചത്. നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? ആർട്ടിക്കിൾ 14 ഏത് വർഷത്തിലാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിന്റെ കിരീടധാരിയായത്? വർഷം 1804. കാർഡമം കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഏലം കുന്ന് കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓണത്തെ കുറിച്ച് കുറച്ച് ഫാക്ട്സ് നോക്കിയാലോ. കേരളത്തിന്റെ ദേശീയ ഉത്സവം ഏതാണ്? ഓണമാണ്. ഓണം കേരളത്തിന്റെ ദേശീയ ഉത്സവമായി പ്രഖ്യാപിച്ച വർഷം ഏതാ? 1961. 1961 കേരളത്തിന്റെ കൊയ്ത്തുത്സവം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓണമാണ്. മഹാബലി തമ്പുരാൻ കേരളീയരെ കാണാൻ വരും എന്നതാണ് ഐതിഹ്യം. മാവേലി നാടു വാണിയിടും കാലം എന്ന ഓണപ്പാട്ട് രചിച്ചതാര? സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പൻ. ഇനി മഹാബലി എന്ന വാക്കിന്റെ അർത്ഥം എന്താ? വലിയ ത്യാഗം ചെയ്തവൻ എന്നതാണ് മഹാബലി എന്ന വാക്കിന്റെ അർത്ഥം. സംഘകാല കൃതികളിൽ ഇന്ദ്രവീഴ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഉത്സവം ഏതാണ്? ഓണമാണ്. ഓണത്തെ പറ്റി പരാമർശിക്കുന്ന സംഘകാല കൃതി ഏതാ? മധുരൈ കാഞ്ചി. മാങ്കുടി മരുതനാർ രചിച്ച മധുരൈ കാഞ്ചിയാണ് ഓണത്തെ പറ്റി പരാമർശിക്കുന്ന സംഘകാല കൃതി. അടുത്ത ചോദ്യം, നാഥുല ചുരം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? നാഥുല ചുരം സിക്കിമിലാണ് സ്ഥിതി ചെയ്യുന്നത്. വാദിക്കാനും ജയിക്കുവാനുമല്ല അറിയാനും അറിയിക്കുവാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക് തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന ചലിക്കുന്ന ദേശീയോദ്യാനം, ദാറ്റ് ഈസ് ഫ്ലോട്ടിംഗ് ദേശീയോദ്യാനം, ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് ഏതാണ്? കേബിൾ ലാംജാവോ ആണ്. ദക്ഷിണേന്ത്യയിൽ പല്ലവരുടെ കാലത്ത് രൂപപ്പെട്ട ക്ഷേത്ര നിർമ്മാണ ശൈലി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ദ്രാവിഡ ശൈലിയാണ്. മടക്ക് പർവ്വതങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിച്ചാണ് മടക്കുപർവ്വതം ഫോൾഡഡ് മൗണ്ടെയിൻസ് രൂപം കൊള്ളുന്നത്. തൊഴിൽ പങ്കാളിത്തത്തിലും വരുമാനത്തിലുമുള്ള ലിംഗ പദവി വ്യത്യാസങ്ങളുടെ കാരണങ്ങളെക്കുറിച്ച് ഗവേഷണ പഠനം നടത്തുകയും 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടുകയും ചെയ്ത വനിത ആരാണ്? ക്ലോഡിയ ഗോൾഡിൻ ആണ്. ക്ലോഡിയ ഗോൾഡിൻ. ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. ഛോട്ടാ നാഗ്പൂർ. ചോളന്മാരുടെ തലസ്ഥാനമായ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്നതും യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുള്ളതുമായ ലോക പ്രശസ്ത ക്ഷേത്രം ഏതാണ്? ബൃഹദീശ്വര ക്ഷേത്രമാണ്. ബൃഹദീശ്വര ക്ഷേത്രം. കൊതുക് പരത്തുന്ന കുറച്ച് രോഗങ്ങൾ നോക്കിയാലോ.
മലേറിയ രോഗം പരത്തുന്ന കൊതുക് ഏതാ? അനോഫിലസ് പെൺകൊതുകാണ്. ഡെങ്കിപ്പനി പരത്തുന്നത് ഈഡിസ് ഈജിപ്തി. ഇനി മഞ്ഞപ്പനി പരത്തുന്നതും ഈഡിസ് ഈജിപ്തിയാണ്. മന്ത് പരത്തുന്ന കൊതുക് ഏതാ? ക്യൂലെക്സ് പെൺകൊതുകാണ്. ക്യൂലെക്സ് പെൺകൊതുക്. അടുത്ത ചോദ്യം, ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് 1998 മെയ് 17 ആരംഭിച്ച ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ പേരെന്താ? കുടുംബശ്രീയാണ്. കുടുംബശ്രീ. 1996 മാർച്ച് 14 നിലവിൽ വന്ന കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സണായ കവയിത്രി ആരാണ്? സുഗതകുമാരിയാണ്. സുഗതകുമാരി. കുറച്ച് പ്രസിദ്ധീകരണങ്ങളും അതിന് നേതൃത്വം നൽകിയവരുടെയും പേരൊന്ന് നോക്കിയാലോ. ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഗാന്ധിജിയാണ്. കോമ്രേഡ് മൗലാന മുഹമ്മദ് അലി. കർമ്മയോഗി അരബിന്ദോ ഘോഷ്. യുഗാന്തർ അല്ല ജുഗാന്തർ ബരീന്ദ്രകുമാർ ഘോഷ്. ഭൂപേന്ദ്രനാഥ് ദത്ത, അഭിനാഷ് ഭട്ടാചാര്യ. ബഹിഷ്കൃത് ഭാരത് ഡോക്ടർ ബി ആർ അംബേദ്കർ. ഡോക്ടർ ബി ആർ അംബേദ്കർ. അടുത്ത ചോദ്യം, ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകിയിട്ടുള്ള ഭരണഘടനാ വകുപ്പ് ഏതാണ്? അനുച്ഛേദം 226 ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് നിയമത്തിന് മുൻപിലുള്ള സമത്വം നൽകുന്നത്? ഉത്തരം അനുച്ഛേദം 14. നേരത്തെ ചോദിച്ച ചോദ്യം തന്നെയാണ് റിപ്പീറ്റ് ആയിട്ട് വന്നത്. സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിക്കുന്ന റിട്ട് ഏതാണ്? മാൻഡമസ് ആണ്. ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. സ്വരൺ സിംഗ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? അനുച്ഛേദം 51A. 51A. ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന്? ലോക മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആരാണ്? വിജയഭാരതി സയാനി. ഈ പരീക്ഷ നടന്ന സമയത്തെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആയിരുന്നു വിജയഭാരതി സയാനി. ഇപ്പോ നിലവിൽ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? വി രാമസുബ്രഹ്മണ്യനാണ്. വി രാമസുബ്രഹ്മണ്യൻ. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? രാജ്കുമാർ ഗോയൽ ആണ്. രാജ്കുമാർ ഗോയൽ. വനിതാ കമ്മീഷൻ അധ്യക്ഷയാരാണ്? വിജയകിഷോർ രഹത്കർ. അടുത്ത ചോദ്യം, ത്രിവർണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ചത് എന്ന്? ത്രിവർണ പതാക 1947 ജൂലൈ 22. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ദേശീയ ഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച സർവകലാശാലയുടെ പേര് എന്ത്? ബംഗാളിൽ സ്ഥാപിച്ചത് വിശ്വഭാരതി. 1888 അരുവിക്കരയിൽ ശിവപ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്, അരുവിക്കരയല്ല അരുവിപ്പുറമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, ശ്രീനാരായണ ഗുരു. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാ? വേമ്പനാട് കായൽ. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇത് ഡിസ്കസ് ചെയ്തത്. 100-ലധികം ഫാക്ട്സ് പറഞ്ഞിട്ടുണ്ട്. ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ ക്ലാസ്സുകളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കാം. ക്ലാസ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.